ഹലോ ഗായ്സ്, നമുക്കിന്നൊരു ഉണക്കമീൻ പച്ചക്കറി എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആവശ്യത്തിനുള്ള ഉണക്കമീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. പാകത്തിനായി നമ്മൾ എടുത്തിരിക്കുന്നത് 10 അല്ലി കൊച്ചുള്ളി പൊളിച്ചത്, 5 പച്ചമുളക്, ഒരു വലിയ പുളി വെള്ളത്തിൽ കഴുകിയ ശേഷം ഇട്ടിരിക്കുന്നു, 1/2 മുതൽ 1/4 കപ്പ് വരെ തിരുകിയ തേങ്ങ. എപ്പോഴും മീൻകറി വെക്കുമ്പോൾ നമ്മൾ ചട്ടിയിൽ തന്നെ വെക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. അതാണ് കൂടുതൽ ഹെൽത്തിയും ടേസ്റ്റിയും. ഇന്നിപ്പോൾ നമ്മൾ ഒരു 200 ഗ്രാമാണ് മീനെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള ചേരുവകയാണ് കാണിച്ചിരിക്കുന്നതും. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് അതനുസരിച്ച് ആഡ് ചെയ്യാം. പച്ചമുളക് കുറയ്ക്കണം, മുളക് പൊടി കൂട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചേർക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് ചെയ്യാനുള്ളത് ഈ തിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ച് കിട്ടണം. അതിനായി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 5 മുതൽ 6 ടേബിൾ സ്പൂൺ വരെ തേങ്ങ നമുക്ക് ആഡ് ചെയ്യാം. കൊച്ചുള്ളി നമ്മൾ ഇതിലേക്ക് തന്നെയാണ് ഇടുന്നത്. മുളക് പൊടി നമുക്കൊരു 2 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. കളറും എരിവും നോക്കിയ ശേഷം മാത്രം ആഡ് ചെയ്യാം. മല്ലിപ്പൊടി നമുക്കൊരു 1 ടീസ്പൂൺ ആഡ് ചെയ്യാം. അടുത്തതായി നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അതൊരു 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ ആകാം. അടുത്തതായി കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ. ഓൾറെഡി ഉപ്പിൻ്റെ കണ്ടൻറ് ഉള്ളതുകൊണ്ട് ഉപ്പ് പാകത്തിന് മാത്രം നോക്കിയ ശേഷം ചേർക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല രീതിയിൽ നമുക്ക് മിക്സിയിൽ ഇതിനെ അരച്ചെടുക്കാവുന്നതാണ്. നല്ല പേസ്റ്റ് രൂപമായി എന്ന് മേക്ക് ഷുവർ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ കണ്ടൻറ്റിനെ നമ്മളുടെ ചട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. പാകത്തിന് വെള്ളം ചേർക്കുക. നമുക്കത് ആഡ് ചെയ്യുമ്പം എത്രത്തോളം വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി വേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾറെഡി ഇതിൻ്റെ അളവ് മീനിൻ്റെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ റിക്വയർമെൻറ്റ് വേണ്ടി വരുന്നില്ല. അതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പുളിയും അതിൻ്റെ വെള്ളവും കൂടി ചേർക്കാം. ബാലൻസ് എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളവും ചേർത്ത് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലുമായിട്ട് ഗ്യാസിൽ വേവിക്കാവുന്നതാണ്. അധികം സമയം ഇതിനെടുക്കില്ല, കാരണം ഓൾറെഡി ഇത് ഉണങ്ങിയ മീനുമാണ്, ചെറിയ കഷ്ണം മീനുമാണ്. 20-25 മിനിറ്റിന് ശേഷം നമ്മൾ കാണുന്ന കാഴ്ചയാണിത്. ആഹാ, എന്താ മണം! നല്ല രീതിയിൽ കുറുകി വന്നിട്ടുമുണ്ട്. ചോറ് കഴിക്കാൻ നമുക്ക് വേറെ കറിയുടെ ആവശ്യമേ ഇല്ല. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല എരിവും പുളിയും ഉപ്പും എല്ലാം ചേർന്നിട്ടുള്ളൊരു അടിപൊളി ഉണക്കമീൻ പച്ചക്കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്യൂ, കമൻസ് പറയൂ.